ആയിട്ടുള്ളൊരു റൈസ് ഉണ്ടാക്കാം. ബിരിയാണിയോ അതുപോലുള്ള റൈസ് ഒന്നുമല്ല, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റൈസ് കിട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. ഒരുപാട് സ്പൈസി ആയിട്ടുള്ളൊരു റൈസ് അല്ല കേട്ടത്. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കണത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു പകുതി നാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് സമയമൊന്നും മാരിനേറ്റ് ചെയ്ത് വയ്ക്കണമെന്നില്ല. ബാക്കി മസാല ഇതൊക്കെ റെഡി ആവണ വരെ അത്രയും സമയം മാത്രമേ മാരിനേറ്റ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഞാനിതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ജീര റൈസാണ് കേട്ടോ. ജീരകശാല റൈസോ അല്ലെങ്കിൽ കൈമ റൈസോ ഇത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് അരിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ജീര റൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസ് ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ജീര റൈസാണ് പ്രിഫർ ചെയ്യണമെന്ന് മാത്രം. ജീര റൈസ് ആകുമ്പോൾ പിന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞൊന്നും പോവില്ല. ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബസ്മതി റൈസ് ഉപയോഗിക്കാം, കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്തിയെടുക്കണം. അതും ഒരു 15 മിനിറ്റോളം കുതിർത്തിയെടുത്താൽ മതിയാവും കേട്ടോ. ബാക്കി മസാല റെഡി ആവണ ഒരു സമയം വരെ അത്രയും മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഈ ഒരു റൈസിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നെയ്യ് ഉപയോഗിക്കില്ല. നിങ്ങൾക്ക് നെയ്യ് താല്പര്യം ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഒരു 2 ബേ ലീഫ്, പിന്നെ അതേ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട കേട്ടോ, ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 6 ഗ്രാമ്പു, പിന്നെ ഒരു തക്കോലം. പിന്നെ വേണ്ടത് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകം ഞാൻ 1 ടീസ്പൂൺ അളവിൽ എടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു എണ്ണയിലേക്ക് വരട്ടെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 3 സവാള മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നീളത്തിൽ കനം കുറച്ച് മുറിച്ചതാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കേട്ടോ. ഇപ്പോൾ വേണ്ടത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. ഇനി സവാളയിൽ നിന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നോട്ടെ. അതിപ്പോൾ കണ്ടോ, സവാള നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ചിക്കൻ ഒന്ന് പകുതിയോളം ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഞാൻ അടച്ചു വയ്ക്കണം, വെള്ളം ഒഴിക്കണ്ട. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇപ്പോൾ വേണ്ടോ, ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതായത് നമ്മൾ ഇതിലിട്ട് തന്നെ കേട്ടോ അരി നമ്മൾ വേവിച്ചെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിൽ വെള്ളം എത്രയുണ്ടെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കണം. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചിക്കനൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് അളന്നെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 1 പോട്ട് റെസിപ്പിയാണ്. ആകെ ഒരു പാത്രം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇതിലുള്ള ചിക്കൻ പീസസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വെള്ളമാണിത്. എങ്ങനെയാണെങ്കിലും 1 കപ്പിൽ മുകളിലുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും അളന്ന് നോക്കാം. എന്നിട്ട് ഈ ഡ്രെയിൻ ചെയ്തെടുത്ത ചിക്കൻ പീസസ് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട് മുഴുവനായിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചിക്കൻ്റെ ഗ്രേവി കണ്ടോ, ഇത് കറക്റ്റ് 1 കപ്പ് അളവിലാണ് ഉള്ളത്. ഇതിലേക്ക് ഒഴിക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുത്ത റൈസ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തോട് കൂടി ചേർക്കരുത് കേട്ടോ. ഡ്രെയിൻ ചെയ്തിട്ട് മാത്രം ചേർക്കുക.
ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട്, വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത പാത്രത്തിൽ ഇത് കൊള്ളില്ല റൈസ് കൂടി നോക്കിയാൽ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു അരി എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് നമ്മൾ ജീര റൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് അളവിൽ വെള്ളമാണ് വേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ 3 കപ്പാണ് അരി എടുത്തത്. അപ്പോൾ 3 കപ്പിന് 4.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. 4.5 കപ്പ് വെള്ളത്തിൽ 1 കപ്പ് ഇതിൽ ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ 3.5 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുതിർത്തിയെടുത്ത അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരും. ഇനി ഉപ്പ് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് കുത്തി ഇളക്കണ്ട കേട്ടോ. അടി നല്ല കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കാം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറച്ച് കുറവാണ്, ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മതി. ഇനി നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിത് അടച്ചു വെക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ചിക്കനൊക്കെ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും റൈസ് ആണെന്നുണ്ടെങ്കിലും. ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയും മതി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാനിത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നാലാണ് അരി നന്നായിട്ട് വെന്ത് വരുള്ളൂ. പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല അരി കുക്കായിട്ട് വരാനൊന്നും. നമുക്ക് ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെങ്ങാനും കുക്ക് ചെയ്യണ സമയത്ത് വേവ് കുറവോ അങ്ങനെ റൈസിന് ഒക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ, ചെറുതായിട്ട് വേവ് കുറവൊക്കെയാണെങ്കിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് മതി കേട്ടോ. കറക്റ്റായിട്ട് വെന്തോന്നോളും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റൈസിന് അധികം മസാലയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിൽ. കുട്ടികളൊക്കെ പൊതുവെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പി തന്നെയാണ്. അധികം സമയമൊന്നും വേണ്ട, ഒരു പാത്രം മതി. കിച്ചണൊന്നും അധികം മെസ്സി ഒന്നാവില്ല, അധികം പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു മസാല ഫ്ലേവർ വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം. ഹോൾ സ്പൈസസിന്റെ ഫ്ലേവേഴ്സ് തന്നെ മതി. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ ചിക്കൻ ചോറ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റൈത്തയുടെ കൂടിയോ അച്ചാറിൻ്റെ കൂടിയോ അങ്ങനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൂടെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണെങ്കിലും കഴിക്കാം. അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം.